ഹായ് നമസ്കാരം. IIT മദ്രാസിൽ BS in Data Science and Applications ഓൺലൈനായിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിഷേകാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇന്ന് അഭിഷേകിനെ പരിചയപ്പെടുത്താനുള്ളൊരു കാരണം IIT മദ്രാസ് ഈ വർഷത്തെ അവരുടെ വിവിധ BS ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന സമയമാണ്. ഡാറ്റാ സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇലക്ട്രോണിക് സിസ്റ്റം മുതൽ സ്പേസ് ടെക്നോളജി വരെയുള്ള വിവിധ കോഴ്സുകൾ, ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും ഇന്നൊവേറ്റീവായ ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന ഈ സമയത്ത് +2 പൂർത്തിയാക്കിയ ഏതൊരു കുട്ടിക്കും ഏറെ പ്രയോജനപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് അഭിഷേകിനോട് നമുക്ക് ചോദിച്ചറിയാം. പ്രത്യേകിച്ച് ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു നല്ല അവസരമാണ് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ അഭിഷേകിനെ പരിചയപ്പെടാം. അഭിഷേക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിനെക്കുറിച്ച് വിശദമായ ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. അഭിഷേക് ഓൾറെഡി +2 കഴിഞ്ഞ് നേരെ ചേർന്ന ആളല്ല കേട്ടോ. അഭിഷേക് BSc കമ്പ്യൂട്ടർ സയൻസ് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഈ കോഴ്സിലേക്കുള്ള എൻറോൾമെൻറ്റ് നടത്തിയ ഒരാളാണ്. എങ്കിലും ആ കോഴ്സിൻ്റെ ഘടന, പഠിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില പ്രിപ്പറേഷൻസ്, മൈൻഡ് സെറ്റ്, ആ കോഴ്സിൻ്റെ ഇവാലുവേഷൻ സിസ്റ്റം, അതിൻ്റെ ഫീസ്, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനുള്ളൊരു അവസരമാണ്. അഭിഷേക് ഇപ്പോൾ ആ കോഴ്സിലേക്ക് വന്ന ഒരു ഘട്ടം മുതലുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. അഭിഷേക് ഇപ്പോൾ ഈ ഡാറ്റാ സയൻസിൻ്റെ ഏത് ലെവലിലെത്തി? ഇപ്പോൾ വിവിധ ലെവലായിട്ടാണല്ലോ ആ കോഴ്സ് വരുന്നത്. ഇപ്പം ആദ്യം നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, ഡിപ്ലോമ, ഡിഗ്രി എന്നിങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നൊരു ഘടനയാണല്ലോ 4 ഇയർ പ്രോഗ്രാമിന്. ഇപ്പോൾ ഏത് ലെവലെത്തി? കറന്റ് ഞാൻ ഡിപ്ലോമ ലെവലിലാണ്. അപ്പോൾ ഈ ഡിപ്ലോമയിലേക്ക് എൻറോൾ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ ഡിഗ്രി ഘട്ടം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഡിഗ്രിയിലേക്ക് കയറാൻ. എങ്ങനെ ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പോകുന്നത് ഒന്ന് പറയാമോ? കോഴ്സ് സ്ട്രക്ചർ ഇതൊരു ട്രൈമസ്റ്റർ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പം ഒരു വർഷത്തിൽ 3 സെമിസ്റ്റർ ഉണ്ടായിരിക്കും. അപ്പം ഒരു വർഷത്തിൽ ഒരു സെറ്റ് ഓഫ് കോഴ്സസ് അവർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ സെൽഫ് ബേസ്ഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഒരു സെമസ്റ്ററിൽ നമ്മൾക്ക് അറ്റ്മോസ്റ്റ് 4 കോഴ്സസ് വെച്ച് എടുക്കാം. 4 കോഴ്സ് എടുക്കാം. ഇനിയിപ്പം 4 കോഴ്സ് എടുക്കാൻ പറ്റിയില്ല, 3 കോഴ്സാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ കോഴ്സസ് നമുക്ക് ആ ഒരു വർഷം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടേമിലും എടുക്കാം. അങ്ങനെയാണ്. അപ്പം എത്ര കോഴ്സസ് എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ട്. ഇതിലിപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടേം വേണ്ടി വരും? ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാൻ കറക്റ്റ് 4 കോഴ്സ് വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടേം വരും. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഡാറ്റാ സയൻസ് ആൻഡ് മാനേജ്മെൻ്റ് ആണ്. അതെ. ഓക്കെ. അപ്പോൾ ഡാറ്റാ സയൻസ് മാനേജ്മെൻറ്റിൽ വിവിധ മൊഡ്യൂളുകളായിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അതെ, കംപ്ലീറ്റ്. എങ്ങനെയാണ് ഇത് നമുക്ക് ക്ലാസ്സുകളൊക്കെ തരുന്നത്? എങ്ങനെയാണ് ക്ലാസ്? ഫുള്ളി ഓൺലൈനാണ്. അവർ ഒരു സ്റ്റുഡൻറ്റ് മെയിൽ അവർ നമുക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് മെയിൽ വെച്ചിട്ട് നമുക്ക് ആ കോഴ്സ് മെറ്റീരിയൽ ഫുൾ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? വായിക്കാനുള്ള മെറ്റീരിയൽസ് ആണോ, വീഡിയോസ് ആണോ, എങ്ങനെയത്? പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് അതിലുണ്ടാവുക. അപ്പം വീക്ക്ലി കണ്ടൻസ് അവർ അപ്ലോഡ് ചെയ്യും. ശരി. അപ്പോൾ നമ്മളത് വീഡിയോ കാണണം, കണ്ടൻസ് വായിക്കുക, പിന്നെ അതിനെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ പഠിച്ചോന്ന് എങ്ങനെയാണ് നോക്കുക? ഓരോ സെഷൻസ് കഴിയുന്ന സമയത്തും അസസ്മെൻറ്റ്സ് ഉണ്ട്, പ്രാക്ടീസ് അസസ്മെൻറ്റ്സ് ഉണ്ടാവും. ദെൻ വീക്ക്ലി അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിനൊരു പ്രത്യേക ഡെഡ് ലൈനും ഉണ്ട്. അതിനുള്ളിൽ ചെയ്യണം. അതെ. ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറയും. ശരി. ഓക്കെ. അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ അഭിഷേകിനിപ്പോൾ ഒരു എത്ര മണിക്കൂറൊക്കെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്? അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സും അസൈൻമെൻറ്റും എല്ലാം ചെയ്യുക, ഒരാഴ്ചയിൽ എത്ര മണിക്കൂറൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരുന്നുണ്ട്? അവർ സ്പെസിഫിക്കലി പറയുന്നത് 10 മണിക്കൂർ പെർ കോഴ്സ് പെർ വീക്കാണ് പറയുന്നത്. പേഴ്സണലി എനിക്ക് അത്രയ്ക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഈവൻ ഒരു ദിവസം ഇത്ര സമയം കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും വീക്ക്ലി അത്ര കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പം മിനിമം ഒരു 10 മണിക്കൂർ എങ്കിലും നമുക്ക് ഇതിനെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അത് പേഴ്സണലി ഡിപ്പെൻഡഡ് ആണ്. നമുക്കിപ്പം എനിക്ക് കുറച്ച് ഡള്ളായിട്ടുള്ള കോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ എക്സ്ട്രാ ടൈം വേണ്ടി. ഇതിൽ തന്നെ ഓരോ മൊഡ്യൂളും പല ലെവലിൽ ഉണ്ടാവും. നമുക്ക് കംഫർട്ട് ഉള്ളതും കംഫർട്ട് ഇല്ലാത്തതും. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ +2 കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ കോഴ്സിന് ചേരാൻ പറ്റുക. പക്ഷേ ഇദ്ദേഹം ഓൾറെഡി BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ ഇപ്പോൾ ഇതിനകത്ത്? ഡെഫിനറ്റ്ലി. ശരി. BSc കമ്പ്യൂട്ടർ സയൻസിൽ എനിക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പലതും ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പം C++ പോലെ അല്ലെങ്കിൽ പൈത്തൺ പോലെയുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിന് ആവശ്യമുണ്ട്. പൈത്തൺ ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. ഡാറ്റാ സയൻസിൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ കോഴ്സിലേക്ക് വരുന്ന +2 കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ ഒരു പ്രിപ്പറേഷനൊക്കെ കുറച്ച് ഈ മേഖലയായിട്ട് നടത്തേണ്ടി വരുമോ? പൈത്തണൊക്കെ പഠിച്ചിട്ട് വരേണ്ടി വരുമോ? പൈത്തൺ നോട്ട് നെസസറിലി വേണ്ട ആവശ്യമില്ല. ഇത് പഠിക്കുന്ന സമയത്ത് ആ കോഴ്സിൽ തന്നെ സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. എല്ലാ കാര്യങ്ങളും സെൽഫ് കണ്ടെയ്ൻഡ് ആണ്.
അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിങ്ങിലേക്കുള്ള ഒരു ഇതുണ്ടല്ലോ, എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ആ കോഴ്സ് കറക്റ്റായി ഫോളോ ചെയ്താൽ മാത്രം മതി. കുറച്ച് നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം അല്ലേ? ഇതിന് വേണ്ട ഒരു മൈൻഡ് സെറ്റ് മറ്റെന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ സ്കില്ലും പേഴ്സണലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിൽ വേണ്ടി വരിക? ഇപ്പോൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പലർക്കും ഇത് പറ്റും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ക്വാളിഫയർ എക്സാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ IIT-യിലേക്ക് വരണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. IIT എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് തോന്നും അയ്യോ അത് നമുക്ക് പറ്റിയ പണിയില്ല. കാരണം JEE ഒക്കെ എഴുതുക, JEE മെയിൻസ് എഴുതുക മാത്രം പോരാ, മെയിൻസ് കിട്ടിയാൽ പോരാ, മെയിൻസ് കിട്ടിയിട്ട് അഡ്വാൻസ്ഡ് എടുക്കണം, അഡ്വാൻസ് കിട്ടിയാലേ IIT-യുടെ പഠിക്കൽ ചവിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇത് സീൻ വ്യത്യാസമാണ്. ഇതേ IIT-യുടെ സെയിം വാല്യൂ ഉള്ള സെയിം സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുക. പക്ഷേ ആ കിട്ടുന്നതിനുള്ള വേറെ ചില കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ചില ക്വാളിഫയർ റൗണ്ട് ഉണ്ട്. ഈ ക്വാളിഫയർ റൗണ്ട് എത്രത്തോളം ടഫാണ്? ഒരു കുട്ടിക്ക് ക്വാളിഫയർ റൗണ്ട് കടക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ക്വാളിഫയർ അഭിഷേകിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ ക്വാളിഫയർ റൗണ്ട്? എൻ്റെ ടൈമിൽ ഒരു 4 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ദെൻ 4 വീക്കിൻ്റെ ഒരു കോഴ്സ് മെറ്റീരിയൽ അവർ പ്രൊവൈഡ് ചെയ്തു. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് അതിൽ നിന്ന് മാത്രമേ ആ ക്വസ്റ്റ്യൻസ് ക്വാളിഫയർ എക്സാമിൽ വരുള്ളൂ. ശരി. അപ്പം അവർ ചെക്ക് ചെയ്യുന്നത് ബേസിക് ഇംഗ്ലീഷ്, അതുപോലെ ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോഗ്രാമിംഗ് നോളജ്, പിന്നെ മാത്സ് കുറച്ച് വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ കോഴ്സ് ഗ്രാസ്പ് ചെയ്യാനുള്ള ബേസിക് പൊട്ടൻഷ്യൽ നമുക്കുണ്ടോയെന്ന് അവർ ചെക്ക് ചെയ്യും. എന്നിട്ട് അതൊരു അസസ്മെൻറ്റ് ചെയ്ത ശേഷം ഈ റൗണ്ടിലേക്ക് നമ്മളെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നു. അങ്ങനെയാണ്. ഓക്കെ. അങ്ങനെ വന്ന് മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ ഒരു ഘട്ടം പൂർത്തിയാകുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ വീണ്ടും ഇതേപോലെ ക്വാളിഫയർ റൗണ്ട് ഉണ്ടോ? അത് എന്ന് വെച്ചാൽ ഡിപ്ലോമ ഡിഗ്രിയിലേക്കൊക്കെ പൂർത്തിയാവണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പം കംപ്ലീറ്റ്ലി കോഴ്സിന് ഓവർവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പല ഘട്ടങ്ങളുണ്ട്. ഇപ്പം ഫൗണ്ടേഷൻ ലെവലുണ്ട്. അത് ഫസ്റ്റ് ഇയർ ഫൗണ്ടേഷൻ ലെവൽ എന്നാണ് പറയുക. ദെൻ അതിൽ എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് സർട്ടിഫിക്കറ്റ് കിട്ടും. ദെൻ സെക്കൻഡ് ഇയറിൽ നമുക്ക് ഡിപ്ലോമ ഇൻ പ്രോഗ്രാമിംഗ്, ഡിപ്ലോമ ഇൻ ഡാറ്റാ സയൻസും ആണ്. അത് എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിപ്ലോമ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ പല എക്സിറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതായത് FIUGP പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇതിലും. നമുക്ക് എക്സിറ്റ് വരുമ്പോൾ അതുവരെ പഠിച്ചതിൻ്റെ ഒരു ക്രെഡിറ്റ് നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ. റൈറ്റ്. ഓക്കെ, ഇത് ക്ലിയറായി. അപ്പോൾ എത്രത്തോളം ഈ കോഴ്സ് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എവിടെയെങ്കിലും തടസ്സം നേരിട്ടാൽ, സംശയം നേരിട്ടാൽ നമ്മളെ സഹായിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേഴ്സണൽ ഹെൽപ്പ് ഈ കോഴ്സിൻ്റെ IIT-യുടെ ഭാഗത്തു നിന്നുണ്ടോ? ഐ മീൻ ഒരു മെൻറ്റർഷിപ്പ് പോലെയോ ട്യൂട്ടർ പോലെയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കോഴ്സ് ഇൻസ്ട്രക്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ കോഴ്സ് മെറ്റീരിയൽ ഫുൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ നമുക്ക് സ്പെസിഫിക്കലി ട്യൂട്ടറിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള വേറൊരു പേഴ്സൺ ഉണ്ടായിരിക്കും. അതും സബ്ജക്റ്റ് വൈസ് ആണ്. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് എക്സ്പേർട്ട് അയാളാണ് നമ്മുടെ ആ ഒരു ഇൻസ്ട്രക്ടർ. ആ ഇൻസ്ട്രക്ടറുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് അസൈൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്? ഇവാലുവേഷൻ അതായത് നമ്മളിപ്പോൾ ഈ കോഴ്സ് പഠിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഒരു പ്രോഗ്രസ് വിലയിരുത്താനുള്ള പരീക്ഷകളോ കാര്യങ്ങളോ ഒക്കെ അതെങ്ങനെയാണ് ഇതിൽ നടക്കുന്നത്? ഒരു ടേമിൽ നമുക്ക് 3 എക്സാമുകളാണ് വരുന്നത്. പ്രാക്ടീസ് അസൈൻമെൻറ്റ്സും അതുപോലെ ഗ്രേഡഡ് അസൈൻമെൻറ്റ്സും ഉണ്ട്. 4 വീക്ക് കഴിയുന്ന സമയത്ത് ഒരു എക്സാം വരും. ദെൻ 8ാമത്തെ വീക്കിൽ ഒരു എക്സാം വരും. ദെൻ കംപ്ലീറ്റ്ലി എല്ലാ വീക്കും കൂട്ടിയിട്ട് 12 വീക്കിൻ്റെ എക്സാം വേറെ ഒരെണ്ണം. ഈ എക്സാമൊക്കെ എങ്ങനെയാണ് നമ്മൾ എഴുതുക? വീട്ടിലിരുന്ന് തന്നെയാണോ അതോ വേറെ? വീട്ടിലിരുന്നിട്ടല്ല, നമുക്കത് സ്പെസിഫിക്കലി ഒരു സെൻറ്റർ നമുക്കത് തരും. സെൻറ്റർ ഉണ്ട്. എക്സാം ആവുന്ന സമയത്തിലേക്ക് നമുക്ക് സിറ്റി സെലക്ട് ചെയ്യാൻ പറ്റും. ആ സിറ്റിയിൽ ഏത് സെൻറ്ററാണോ അവൈലബിൾ അത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ എക്സാം സെൻറ്ററിൽ അവരുടെ ആ ഒരു മോണിറ്ററിങ്ങിൻ്റെ കീഴിലിരുന്ന് നമ്മൾ എക്സാം എഴുതുക, അങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യുക. റിസൾട്ടൊക്കെ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. പെട്ടെന്ന് വരും. ഓൺലൈനാണല്ലോ അല്ലേ? ഓക്കെ. ഇതെങ്ങനെയാണ്? ഡെസ്ക്രിപ്റ്റീവ് ആണോ, എഴുതാനുണ്ടോ, അതോ എങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണോ, എങ്ങനത്തെ? പൊതുവിൽ ഒബ്ജക്റ്റീവ് ആണ്. ടഫാണോ പൊതുവിൽ? ഇത് അത് സബ്ജക്റ്റ് ബേസ്ഡ് ആണ്. ഇപ്പോൾ പഠിച്ചെടുക്കുന്നത് പോലെ ഇരിക്കും. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഈ കോഴ്സ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ പ്രോഗ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട വേറൊരു കാര്യം ഉണ്ടാവും. ഈ ഒരു കോഴ്സ് എത്രത്തോളം ചിലവുണ്ട് എന്നുള്ളത്. ഞാനൊന്ന് ഏകദേശം ഒന്ന് നോക്കിയ സമയത്ത്, ഞാൻ വെബ്സൈറ്റിലൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയത് അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട്. കാരണം നമ്മൾ അത്ര ചെറിയ ഫീസൊന്നുമല്ല, 1 ലക്ഷത്തിൻ്റെ മേലെയൊക്കെ ഫീസ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ 1 ലക്ഷം രൂപയോളമൊക്കെ ആ ഒരു ചിലവ് വരുന്ന അത് നമുക്കൊരാൾക്ക് സാധാരണ കുടുംബത്തിലുള്ളവർക്ക് ചിലപ്പോൾ അത് താങ്ങാൻ ബുദ്ധിമുട്ട്, അതും താങ്ങാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ കോഴ്സ് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റൂ? എന്താണ് അത്? ആ കോഴ്സിൻ്റെ വെബ്സൈറ്റിൽ അവർ ഫീ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതെ. അപ്പോൾ അതിൽ
പല രീതിയിലുള്ള വേവർ അവർ തരുന്നുണ്ട്. അത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതിന് ഒരു ടൈപ്പ് വേവർ ഉണ്ട്. ഇക്കണോമിക്കൽ വീക്കർ സെക്ഷന് വേറെ വേവർ ഉണ്ട്. അത് ഫുള്ളി ആ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള്. എനിക്ക് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് വേവർ കിട്ടുന്നുണ്ട്. 75% എനിക്ക് വേവർ. ശരി. അപ്പോൾ 75% വരെ ഇപ്പോൾ ഇങ്ങനെ വിവിധ ഫീ വേവേഴ്സ് ഉണ്ട് അതിൽ. അതായത് നമ്മളെ ഒരു പൊതു സ്ഥാപനത്തിൽ ഒരു ഗവൺമെൻറ് കോഴ്സ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹമാണ് ഈ ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴും. അതിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും? EW സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ അല്ലെങ്കിൽ നമ്മുടെ കരടച്ച റെസീറ്റ് അതുപോലെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഒരു സാമ്പത്തിക ചെലവ് നമുക്ക് മാനേജബിൾ ആണ്, ഒരു പരിധി വരെയൊക്കെ മാനേജബിൾ ആണ്. ഒപ്പം അതേസമയം IITയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഇപ്പോൾ ഈ ഡിഗ്രി കഴിയുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഏത് തരത്തിൽ പ്ലേസ്മെൻറ്റ് സാധ്യതകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ IIT ആകുമ്പോൾ നമ്മളെല്ലാം ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ MNCസിലോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിൽ ജോലി കിട്ടുന്നതാണല്ലോ. IIT പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അതാണല്ലോ എല്ലാവരുടെയും വലിയൊരു പ്രതീക്ഷ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് സാധ്യത എത്രത്തോളം ഉണ്ട്, വല്ലതും അറിയോ ഇതിനെ പറ്റിയിട്ട്? അഭിഷേകിൻ്റെ ഒരു ധാരണ എന്താ? കറൻ്റ്ലി അവർ IIC എന്ന് പറയുന്ന പ്ലേസ്മെൻറ്റ് സെല്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പ്ലേസ്മെൻറ്റിന് വേണ്ടിയുള്ള സോഫ്റ്റ് സ്കിൽസ് പ്രിപ്പറേഷൻസ് എല്ലാം ഒരു കോഴ്സിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ആക്സസ് തരും. അത് IIT ബേസ്ഡ് അല്ല, അത് സെപ്പറേറ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അത് കറൻ്റ്ലി ഈ കോഴ്സിൽ കൂടെ പോകുന്ന ആൾക്കാർ തന്നെയാണ് ഉള്ളത്, ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം വൺസ് ഇൻ എ വൈൽ അവർ ഇൻട്രാക്റ്റീവ് സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഏതൊക്കെ കമ്പനി ആയിട്ട് അവർ എന്താ പറയുക ടൈപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഡേറ്റയൊക്കെ നമുക്ക് അവർ തരും. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന അസൈൻമെൻറ്റ്സ് അതുപോലെ പ്രൊജക്റ്റുകളുണ്ട് തോന്നുന്നു, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇൻഡസ്ട്രി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടേമിൽ ഒരു സ്പെസിഫിക്കലി ഒരു കോഴ്സ് ഉണ്ട്. അത് ഡേറ്റാ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഓർഗനൈസേഷനെ പോയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പം ഉണ്ട്. ഞാൻ നെക്സ്റ്റ് ടേമിൽ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതായത് ചുരുക്കത്തിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ഒരു കമ്പനിയിൽ നിന്നോ ഇൻഡസ്ട്രിയിൽ നിന്നോ എടുക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമ്മുടെ ആ നോഹവ് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയറാണ്. അഭിഷേക് ഇപ്പോൾ ഒരുവിധം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. എങ്കിലും കുട്ടികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് വരികയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കരിയർ കൗൺസിലർ ആയതുകൊണ്ട് പലപ്പോഴും കുട്ടികൾ ഓരോ കോഴ്സിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കിട്ടിയിട്ടുള്ള സംശയങ്ങളൊന്ന്, ഒരു കുട്ടി ചോദിച്ചത്, സാറേ മാത്സ് പഠിച്ചിട്ടില്ല ഞാൻ, അല്ലെങ്കിൽ മാത്സ് എനിക്ക് വേണ്ടത്ര സ്ട്രോങ് അല്ല, കൊമേഴ്സ് പഠിച്ച കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ മാത്സ് ഒരു ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ അഭിഷേകിൻ്റെ ഒരു ടേക്ക് എന്താണ് അതിൽ? മാത്സിൻ്റെ കാര്യത്തിൽ ഞാനും വീക്കാണ്. ആ ഒരു മെൻറ്റാലിറ്റി എന്തായാലും എനിക്ക് മനസ്സിലാവും. മാത്സ് എന്ന് പറയുമ്പം തിയറി ബേസ്ഡ് ആയിട്ടുള്ള മാത്സ് കോഴ്സിന് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ കൊടുക്കുന്നുള്ളൂ. അപ്പം അതിൽ ഫോളോ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും 1-2 വട്ടം റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റുന്ന തന്നെ ഉള്ളൂ. ഈ കോഴ്സ് പിന്നെ നേരിട്ട് നമുക്ക് +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഉള്ള കോഴ്സാണ്. അപ്പോൾ +2 ലെവലിൽ മാത്സ് ഫൗണ്ടേഷൻ എത്രത്തോളം നമുക്കിതിനകത്ത് വേണ്ടി വരും? അതായത് അത് സ്ട്രെങ്തൻ ചെയ്യേണ്ടി വരും ഇതിലേക്ക് വരാൻ, അങ്ങനെയാണോ? +2 ബേസ്ഡ് ആയിട്ടുള്ള മാത്സും വരുന്നുണ്ട്, കുറച്ചും കൂടെ എക്സ്ട്രാ അഡീഷണൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഫൗണ്ടേഷന് അതിൻ്റെ കോഴ്സിൻ്റെ ടഫ്നെസ് ഗ്രാജുവലി ഇൻക്രീസിങ് ആണ്, നമുക്ക് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കോഴ്സ്, ഓൺലൈൻ കോഴ്സുകൾക്ക് പൊതുവിലുള്ളൊരു തകരാറ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 100 ആൾ ഇൻടേക്ക് ഉണ്ടായാൽ അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്ന ആൾക്കാർ ചിലപ്പോൾ അതിൻ്റെ 20% ഉണ്ടാവും. ബാക്കി 80 ആളും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓൺലൈൻ കോഴ്സുകൾക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ അഭിഷേകിന് എങ്ങനെയാണ് പറ്റുന്നത്? ഇനീഷ്യലി ഞാൻ ഈ കോഴ്സ് ചേർന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അത് ഫോളോ ചെയ്ത് പോകാൻ. നമുക്ക് ആ കോഴ്സ് മെറ്റീരിയലിൽ തന്നെ ഫോളോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളത് സോൺ ഔട്ടായി പോകും. പക്ഷേ അത് പതുക്കെ എനിക്കത് ഈസി ആയി വന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ
അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊരു കുട്ടികളോട് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ, അതുപോലെ ഇതിൻ്റെ ടൈം മാനേജ്മെൻറ്റ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇപ്പം സ്പെസിഫിക്കലി ഒരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് ഒരു എക്സ്പ്ലോറിങ് ആയിട്ടുള്ള ഒരു മൈൻഡുമായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസിലി എടുക്കാൻ പറ്റും. ശരിയാണ്. ജസ്റ്റ് ആ ഒരു മെൻറ്റാലിറ്റി മാത്രം ഉണ്ടായാൽ മതി. ഇതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇതിനേക്കാൾ കൂടുതൽ അറിയണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. അതെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ കോഴ്സ് എടുക്കാൻ ഒരു പക്ഷേ ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കാം, പക്ഷേ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് സെൽഫ് എക്സാമിൻ ചെയ്യണം, ഇത് തന്നെയാണോ എൻ്റെ ശരിക്കുള്ള ഫീൽഡ്. പക്ഷേ അതിനുള്ള അവസരം കുറേ കോഴ്സിലുണ്ട്. കാരണം നമുക്കൊരു ഘട്ടം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിത് എക്സിറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ശരിക്കും. കാരണം നിങ്ങൾക്ക് പറ്റുന്നതല്ല, ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നൊരു തോന്നുന്ന ഒരു സന്ദർഭത്തിൽ വേണമെങ്കിൽ ഈ കോഴ്സിൻ്റെ ആ ഘട്ടത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ട് പോരാം, അല്ലേ? അങ്ങനൊരു ഗുണമുണ്ട്. മറ്റൊന്ന് ഈ ടൈം മാനേജ്മെൻറ്റ് വിഷയമാണ് നമ്മൾ നേരത്തെ ചോദിച്ചൊരു കാര്യം. ടൈം മാനേജ്മെൻറ്റ് നമുക്ക് എത്രത്തോളം ഇതിൽ വേണ്ടി വരും? കോഴ്സ് വർക്കിൽ അവർ സ്പെസിഫിക്കലി പറയുന്നത് പെർ കോഴ്സ് പെർ വീക്ക് 10 മണിക്കൂറെങ്കിലും നമ്മളതിൽ പറഞ്ഞു. അതെ അതെ. ഓരോ ടേമിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ചോദിക്കും അവർ എത്ര സമയം നിങ്ങൾക്ക് അതിനു വേണ്ടി കൊടുക്കാൻ പറ്റുന്നുള്ളത്. ഇത് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിനും കൂടെ ഉതകുന്ന രീതിയിലുള്ളതാണ് ഈ കോഴ്സിൻ്റെ ഡിസൈൻ. ഓക്കെ. അപ്പം ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് കുറച്ച് സ്റ്റുഡൻസ് അല്ലാതെ നമ്മുടെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഈ എക്സാം എഴുതാൻ വരുന്ന കണ്ടിട്ടുണ്ട്. അവർ ഏജ് ബാർ ഇല്ല എന്നാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അതായത് ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, +2 ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും ഈ കോഴ്സ് അപ്ലൈ ചെയ്യാം. അതിൽ ദർ ഇസ് നോ ഏജ് ബാർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഈ കോഴ്സ് പഠിക്കാം. ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതിനോടൊപ്പം ഈ BS ഡിഗ്രി ഡാറ്റാ സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യാം, അല്ലേ? ഇലക്ട്രോണിക് സിസ്റ്റം ഒക്കെ ആ കോഴ്സൊക്കെ ആ സ്ട്രക്ചർ തന്നെയാണ് പോകുന്നതെന്ന് കരുതുന്നു. ഫൈനലി ഒറ്റ ചോദ്യം കൂടി, എന്തെങ്കിലും ഈ ഒരു കോഴ്സ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു പേഴ്സണലി ഒരു ചാലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഞാനങ്ങനെ അങ്ങോട്ട് പോയി മിണ്ടുന്ന ഒരാളല്ല. അപ്പം ഫ്രണ്ട്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. പ്രത്യേകിച്ച് ഓൺലൈൻ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് സ്റ്റുഡൻസിൽ പഠിക്കുന്നുണ്ട്. അൺഒഫീഷ്യലായിട്ടുള്ള പല ഗ്രൂപ്പുകളും ഉണ്ട്. ഒഫീഷ്യലായിട്ട് അവർ പല ഹോം ആയിട്ട് നമുക്ക് തരംതിരിച്ച് തന്നിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റുഡൻസിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക ഇതിലങ്ങനെ നമുക്ക് വല്ല സോഷ്യൽ ഗ്രൂപ്പോ അങ്ങനെ മീഡിയ ഗ്രൂപ്പൊക്കെ അവർ രൂപീകരിച്ചിട്ടുണ്ടോ? രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ്, സെക്ഷനിലാണ്. അത് അവരായിട്ടൊരു ഹോം ഉണ്ടാക്കുകയാണ്. അതായത് കമ്പൈൻ സ്റ്റഡി പോലെ ഡിസ്കഷനോ മറ്റു കാര്യങ്ങൾക്കോ ചെയ്യാനോ ഭാവിയിൽ ഒരു പക്ഷേ ജോലി സംബന്ധിച്ച് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അഭിഷേക് ഇവിടെ പറഞ്ഞൊരു കാര്യം, കരിയർ കൗൺസിലർ എന്ന രീതിയിൽ എനിക്കൊരു ചെറിയ ഭാഗം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും ആ മേഖലയെക്കുറിച്ച് നേരത്തെ ചില കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കോഴ്സിൻ്റെ സ്ട്രക്ചറും അത് നടത്തിപ്പ് മാത്രമല്ല, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ വർക്ക് ചെയ്യേണ്ട ഫീൽഡും അത് നമ്മുടെ ചില ആപ്റ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയുമായിട്ട് കൂടി മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ടു ബി വെരി സ്പെസിഫിക്, ഡാറ്റാ സയൻസ് പോലത്തെ ഒരു കോഴ്സിൻ്റെ പൊതുവായൊരു സ്വഭാവം അല്പം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റീവായിട്ട് ഉള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് വളരെ സ്യൂട്ടബിളായൊരു കോഴ്സാണ്. ലോജിക്കൽ തിങ്കിങ് വളരെയേറെ ആവശ്യമുള്ളൊരു ഫീൽഡാണ്, അല്ലേ? യുക്തിചിന്തയാണ്. മാത്തമാറ്റിക്കൽ ന്യൂമറിക്കൽ എബിലിറ്റിയേക്കാൾ കൂടുതൽ ലോജിക്കൽ തിങ്കിങ്ങിന് വലിയ റിലവൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരാളാണ് നിങ്ങൾ, ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്നതിലും എക്സ്പ്ലോർ ചെയ്യുന്നതിലും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതാണ്. അതിനോടൊപ്പം ഉള്ളത്, ഇതിന് മറ്റ് പല കോഴ്സുകൾക്കും ഉള്ള സാമ്പത്തിക ചെലവ് ഇതിനില്ല എന്നുള്ളതും, IIT പോലെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചേർന്ന് പഠിക്കാമെന്നുള്ളതും ഈ കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇത്തരം പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നു. ഈ വർഷത്തെ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. മെയ് 31 വരെ ഇപ്പോൾ നിലവിലുള്ള അറിയിപ്പ് പ്രകാരം നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നത്. ഇനി ആർക്കെങ്കിലും വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഗൈഡൻസോ മെൻറ്റർഷിപ്പോ കൊടുക്കണമെങ്കിൽ അഭിഷേകിന് സാധിക്കുമെന്ന് കരുതുന്നു, അല്ലേ അഭിഷേക്? ഓക്കെ, എന്തായാലും ഇത്രയും സമയം നമ്മുടെ
കുട്ടികൾക്ക് വേണ്ടിയിട്ട്, രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് പേഴ്സണലായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. എല്ലാ ആശംസകളും. ഭാവിയിൽ നല്ലൊരു കരിയർ ഉണ്ടാവാനും ഈ ഒരു കോഴ്സിലൂടെ തന്നെ മികച്ചൊരു ഭാവി ഉണ്ടാവാനും അഭിഷേകിന് സാധിക്കട്ടെ എന്ന് കരുതുന്നു. താങ്ക് യു സർ.